ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്വയം വിജയം നേടുമ്പോൾ ദൈവങ്ങൾക്ക് പോലും അതിനെ പരാജയമാക്കി മാറ്റാൻ കഴിയില്ല. ബുദ്ധൻ. ഒരു കാട്ടിൽ കാട്ടുപുഴയിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൊച്ചുമുതലയുടെ കഥയാണ് ഇത്. അവൻ മണിക്കൂറുകളോളം കാത്തിരുന്നു, പക്ഷേ മത്സ്യ കൊത്തിയില്ല. വിഷമം തോന്നിയ അവൻ വല ചുരുട്ടി എറിയാൻ തുടങ്ങി. പുഴയിലേക്ക് വീഴാതെ തടിയുടെ ചുവട്ടിൽ തടഞ്ഞു നിന്നു. അവൻ കോപം കൊണ്ട് വിറച്ചു, സ്വയം തന്നെ ശപിച്ചു. പെട്ടെന്ന് ഒരു മൂത്ത മുനി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ മകനെ ഇത്രയും ദേഷ്യം? മീൻ പിടിക്കുന്നില്ല, ഞാൻ വിഫലമായി, മുതൽ പറഞ്ഞു. മുനി ചിരിച്ചു, മത്സ്യക്കൊത്തിനെ കുറ്റം പറയരുത്. സ്വയം ജയിക്കാതെ നിങ്ങൾക്ക് മത്സ്യയെ പിടിക്കാൻ കഴിയില്ല. മുതൽ ആശയക്കുഴപ്പത്തിലായി. എന്നെ എങ്ങനെ ജയിക്കും? മുനി പറഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ ജയിക്കുക. നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുക. നിങ്ങളുടെ ക്ഷമയെ വളർത്തുക. എങ്കിൽ നിങ്ങളുടെ വിജയത്തിന് ദേവകൾ പോലും തടസ്സം സൃഷ്ടിക്കില്ല. മുതലിന് മനസ്സിലായി. അയാൾ ശ്വാസം ഒതുക്കി, കോപം അടക്കി, ക്ഷമയോടെ കാത്തിരുന്നു. സമയമെടുത്തു, പക്ഷേ ഒടുവിൽ ഒരു വലിയ മീൻ കൊത്തിയിൽ വീണു. മുതൽ സന്തോഷത്തോടെ നൃത്തം ചെയ്തു, മുനിയെ നമസ്കരിച്ചു. മുനി പറഞ്ഞു, ഇതാണ് വിജയത്തിന്റെ മന്ത്രം. സ്വയം ജയിക്കുക, ലോകം നിങ്ങളുടെ കാലടിയിൽ. വിശദീകരണം. വിജയത്തിന്റെ താക്കോൽ. ഈ കഥയിൽ വിജയത്തിന്റെ താക്കോൽ സ്വയം നിയന്ത്രിക്കുകയും മനസ്സിനെ കീഴടക്കുകയും ചെയ്യുന്നതിലാണ്. ദൈവത്തിന്റെ പങ്ക്. കഥയിൽ ദൈവങ്ങൾ വിജയത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല, മറിച്ച് നമ്മുടെ ആന്തരിക ശക്തിയെ പ്രചോദിപ്പിക്കുന്നു. ഇന്ത്യൻ പശ്ചാത്തലം. കഥ ഒരു കാട്ടിൽ നടക്കുന്നു. ഇത് ഇന്ത്യൻ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും സാധാരണ പശ്ചാത്തലമാണ്. പ്രചോദനം. കഥയിലെ മുതലിന്റെ അനുഭവം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ക്ഷമ, ആത്മനിയന്ത്രണം എന്നിവയിലൂടെ ഏതെങ്കിലും തടസ്സം മറികടക്കാൻ കഴിയുമെന്ന് അത് കാണിക്കുന്നു. വിജയത്തിന്റെ പാത തുടരുന്നു. മുതൽ ആ മീനെ പിടിച്ചതോടെ വിജയഗാഥ അവസാനിച്ചില്ല, അത് ഒരു തുടക്കമായിരുന്നു. സ്വയം ജയിക്കാനുള്ള പാഠം അവൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. കാട്ടിലെ ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതായിരുന്നു. പട്ടിണി, ശത്രുക്കൾ, കഠിനമായ കാലാവസ്ഥകൾ എന്നിവയെ അതിജീവിക്കാൻ അവൻ ക്ഷമയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആയുധം ഉപയോഗിച്ചു. ഒരു ദിവസം കടുവയുടെ ആക്രമണത്തിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷിക്കാൻ മുതല ശ്രമിച്ചു. പരിക്കേറ്റു, ശക്തി ക്ഷയിച്ചു. പക്ഷേ അവൻ കീഴടങ്ങിയില്ല, കോപത്തെ അടക്കി, തന്ത്രപരമായി പ്രവർത്തിച്ചു. ഒടുവിൽ കടുവയെ മറികടന്ന് ബാലനെ സുരക്ഷിതമായി എത്തിച്ചു. മറ്റൊരു ദിവസം കാട്ടുതീ പടർന്നു പിടിച്ചു. ആശയക്കുഴപ്പത്തിലായ ഗ്രാമീണർ നിസ്സഹായരായി നോക്കിയിരുന്നു. മുതല മുന്നോട്ടു കടന്നു. തന്റെ ശക്തി ഉപയോഗിച്ച് തീ അണക്കാനുള്ള വെള്ളം കൊണ്ടുവന്നു. അപകടവും വേദനയും അവഗണിച്ച് മുഴുവൻ ഗ്രാമത്തെയും രക്ഷിച്ചു. കാലം കടന്നുപോയി. മുതലയുടെ ധൈര്യവും ത്യാഗവും കാട്ടിൽ പ്രസിദ്ധമായി. അവൻ വിജയകഥയായി മാറി, സ്വയം ജയിക്കുന്നതിലൂടെ എന്തും നേടിയെടുക്കാമെന്ന പാഠം പഠിപ്പിച്ചു. മുതലയുടെ കഥ വെറും കഥയല്ല, നമ്മുടെയെല്ലാം ജീവിതത്തിലെ പ്രചോദനമാണ്. നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ, നെഗറ്റീവ് ചിന്തകൾ, കോപം, ഭയം, നമ്മൾ ജയിക്കുമ്പോൾ ലോകത്തെ മറികടക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. ചിന്തന ചോദ്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെല്ലാം വെല്ലുവിളികളെ മറികടക്കാൻ മുതലയുടെ കഥ നിങ്ങളെ സഹായിക്കും? നിങ്ങളുടെ ഉള്ളിലെ ശത്രുക്കളെ ജയിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സ്വയം ജയിക്കാനുള്ള ശക്തി ഉപയോഗിക്കാൻ കഴിയും? കഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരുടെ കഥകളും ചേർത്ത് ഈ വിജയഗാഥ മുന്നോട്ട് കൊണ്ടുപോവുക. ഓർക്കുക, സ്വയം ജയിക്കാനുള്ള യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.